ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ R15 വേർഷൻ 4 വാസ് RC200 2022 മോഡലിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ, ബെല്ലൈക്കൻ എല്ലാം കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി ഈ ഒരു വീഡിയോ വന്നിട്ട് ഇതിൽ ഏത് ബൈക്കാണ് ബെസ്റ്റ് എന്നും ഏത് ബൈക്കാണ് വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് എന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ചാനലിൽ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ തോട്ട്സ് ഒന്നും കൂടെ കമന്റ് ചെയ്യണം. ഈ ടു മോഡൽസിന്റെ ഡിസൈൻ ബേസ് എല്ലാം വന്നിട്ട് നിങ്ങളുടെ തോട്ട്സ് ആണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. എന്റെ ഒപ്പീനിയനിലാണെങ്കിൽ R15 വേർഷൻ 4 ആണ് ബെസ്റ്റ് മാസി ലുക്ക് എന്ന് പറയത്തുള്ളൂ. RC200 ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ RC200ന്റെ സൈഡ് പാനലിന്റെ ലുക്ക് എല്ലാം അടിപൊളി തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പാനലിൽ നോക്കി കഴിഞ്ഞാൽ ഡിസപ്പോയിന്റ്മെന്റ് നൽകുന്ന ഒരു ഏരിയ ആണ്. ഓൾഡ് മോഡലിന്റെ ലുക്ക് ആണെങ്കിൽ അത് വേറെ ലെവലിലുള്ള ഒരു വണ്ടിയാണ് ഓൾഡ് മോഡൽ RC. ഒരു അഗ്രസീവ് ലുക്ക്, മാരക ലുക്ക് എന്നൊക്കെ പറയില്ലേ, അതേപോലെയൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് R15 വേർഷൻ 4 മാത്രമാണ്. R15 വേർഷൻ 4ലും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വിൻസ്ക്രീൻ തന്നെയാണ്. അതേപോലെ തന്നെ എയറോ ഡൈനാമിക്സ് ബേസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇതിൽ വന്നിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ വിൻഡ് പ്രൊട്ടക്ഷൻ മച്ച് മോർ ബെറ്റർ തന്നെയാണ് വേർഷൻ 3നെക്കാട്ടിലും വേർഷൻ 4ൽ. അതേപോലെ തന്നെ നമുക്ക് RC200 നോക്കി കഴിഞ്ഞാൽ ഓൾഡ് മോഡലിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു വിൻസ്ക്രീൻ ആണ് ഇതിൽ വന്നിട്ട് ഓഫർ ചെയ്യുന്നത്. ബിഗർ ആയിട്ടുള്ള, ടോളർ ആയിട്ടുള്ള ഒരു വിൻസ്ക്രീൻ തന്നെയാണ്. നമ്മൾ തേർഡ് പാർട്ടി ആയിട്ടൊക്കെ വെക്കുന്ന ഒരു വിൻസ്ക്രീനിന്റെ അതേ ക്വാളിറ്റി ഉണ്ട്, അതേ ഹൈറ്റ് എല്ലാം വരുന്നുണ്ട്. R15 വേർഷൻ 4ൽ 282mm സിംഗിൾ ഡിസ്ക് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. 220mm സിംഗിൾ ഡിസ്ക് ആണ് റിയറിലും വരുന്നത്. RC200 320mm സിംഗിൾ ഡിസ്ക് ആണ് വരുന്നത് ഫ്രണ്ടിൽ. 230mm സിംഗിൾ ഡിസ്ക് ആണ് റിയറിലും വരുന്നത്. ഈ രണ്ട് മോഡലിലും വന്നിട്ട് RC200 ശരി, R15 വേർഷൻ 4 ശരി, ഡുവൽ ചാനൽ ABS ആണ് സ്റ്റാൻഡേർഡിൽ നൽകിയിരിക്കുന്നത്. സോ ഡിസ്കിന്റെ സൈസിൽ RC200 വലിയ ഡിസ്ക് നൽകിയിരിക്കുന്നത്. ലൈറ്റർ ആയിട്ടുള്ള ഡിസ്ക് തന്നെയാണ്. നമുക്ക് ഈ ഒരു ഡുവൽ ചാനൽ ABS വന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും. 37mm KYBയുടെ USD ഫോർക്കാണ് ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത് യമഹ. സോ അത് വന്നിട്ട് ഒരു പ്രീമിയം ആയിട്ടുള്ള സെഗ്മെന്റിലുള്ള ഒരു ഫോർക്ക് തന്നെയാണ് R15 വേർഷൻ 4 വന്നിട്ട് യമഹ കൊടുത്തിരിക്കുന്നത്. റിയർ സൈഡ് മോണോഷോക്ക് ആണ്. 43mm USD ഫോർക്കാണ് WPയുടെ ആണ് ഫ്രണ്ടിൽ വരുന്നത്. RC200 റിയർ സൈഡ് മോണോഷോക്ക് ആണ്. പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ് ഇതിൽ. അതേപോലെ തന്നെ നമുക്ക് 10mm വന്നിട്ട് മോർ ട്രാവൽ ആണ് RC200ന്റെ ഫ്രണ്ട് സസ്പെൻഷൻ. സോ അതിൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഒരു രണ്ട് മോട്ടോർ സൈക്കിളും വന്നിട്ട് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ് നൽകിയിരിക്കുന്നത്. R15 വേർഷൻ 4 വന്നിട്ട് കൂടുതലും അഗ്രസീവ് ഓഫർ ചെയ്യുന്ന ഒരു ഹാൻഡിൽ ബാർ ആണ് നൽകിയിരിക്കുന്നത്. അതേ തന്നെ നമുക്ക് RC200 നോക്കി കഴിഞ്ഞാൽ ഡെയിലി കമ്മ്യൂട്ടഡ് ഹൈവേ ടൂറിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബേസിലാണ് ഹാൻഡിൽ ബാർ നൽകിയിരിക്കുന്നത്. അതായത് R15 വേർഷൻ 4നെക്കാട്ടിലും അഗ്രസീവ് അല്ല ആ ഒരു ഹാൻഡിൽ ബാർ, എന്നാലും ഓക്കെ തന്നെയാണ്. ഈ ടു മോട്ടോർ സൈക്കിളും വന്നിട്ട് TFT ഡിസ്പ്ലേ അല്ല, LCD ഡിസ്പ്ലേ തന്നെയാണ് നൽകിയിരിക്കുന്നത്. എന്നാലും നമുക്ക് ഓൾഡ് മോഡൽ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ R15 വേർഷൻ 4ൽ ബിഗർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അതായത് നമുക്ക് RC200 ആണെങ്കിൽ ശരി ADV 250 സെയിം ഡിസ്പ്ലേ തന്നെയാണ്. എന്നാലും ഡിസ്പ്ലേ സൈഡ് അഡ്വാൻറ്റേജ് ഉള്ളത് വന്നിട്ട് R15 വേർഷൻ 4ലാണ്. ഫീച്ചേഴ്സ് ബേസിൽ R15 വേർഷൻ 4ൽ വേർഷൻ 3ൽ നിന്ന് വന്നിട്ട് പ്രീമിയം ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ആണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. അതായത് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, പിന്നെ 2 റൈഡിംഗ് മോഡ്സും വന്നിട്ട് ഇതിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെയാണ് നമുക്ക് കോൾ അലേർട്ട്, SMS അലേർട്ട്, പിന്നെ ലാസ്റ്റ് പാർക്കിംഗ് ലൊക്കേഷൻ വരെ നമുക്ക് ഇതിൽ വന്നിട്ട് ഈ ഒരു, അതായത് ഈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വഴി നമുക്ക് ആപ്പ് വഴി നമുക്ക് ഇതിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ വന്നിട്ട് നിറയെ ഓപ്ഷൻസ് നൽകുന്നുണ്ട്. R15 വേർഷൻ 4ൽ ഓപ്ഷനിലായിട്ട് നമുക്ക് ക്വിക്ക് ഷിഫ്റ്ററും വന്നിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ സ്ലിപ്പർ ക്ലച്ചും ഓഫറിംഗ് ആണ്. സോ ഫാസ്റ്റ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗിന് ഇത് ഹെൽപ്പ് ചെയ്യും. RC200 സൂപ്പർ മോട്ടോ മോഡ് മാത്രമാണ് ആഡഡ് ആയിരിക്കുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം വന്നിട്ട് മിസ്സിംഗ് ഔട്ട് തന്നെയാണ്. അത് വന്നിട്ട് വലിയ ലാഗിങ് ഒക്കെ തന്നെയാണ് ഈ ഒരു ഏരിയയിൽ. ഡേ ടു ഡേ ഇപ്പോഴത്തെ അപ്ഡേറ്റ് പ്രകാരം ഓരോ മോട്ടോർ സൈക്കിൾ വന്നിട്ട് നാവിഗേഷൻ സിസ്റ്റം എല്ലാം നൽകുന്നുണ്ട്. സോ അതെല്ലാം വന്നിട്ട് ഈ രണ്ട് മോട്ടോർ സൈക്കിൾ വന്നിട്ട് മിസ്സിംഗ് ഔട്ട് തന്നെയാണ്. R15 വേർഷൻ 4ൽ 155cc സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിളാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ലിക്വിഡ് കൂൾഡ് VVA ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. RC200 199.5cc സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിളാണ്. അതുകൊണ്ട് DOHC എഞ്ചിനാണ്. മറ്റേത് വന്നിട്ട് SOHC എഞ്ചിനാണ്. 18.4 bhp പവറും 14.2 Nm ഓഫ് ടോർക്കും വന്നിട്ട് R15 വേർഷൻ 4 വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് RC200 25.4 bhpയും 19.5 Nm ഓഫ് ടോർക്കും വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇതിൽ വന്നിട്ട് പവറും ടോർക്കും വന്നിട്ട് കൂടുതൽ RC200 അതേപോലെ തന്നെ നമുക്ക് ടോപ്പ് എൻഡ് കൂടുതൽ R15 വേർഷൻ 4ലാണ് RC200നെക്കാട്ടിലും. KTMന്റെ RC200 ഇവിടെ മാത്രമാണ് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. അതായത് ബിഗർ ആയിട്ടുള്ള ഒരു എഞ്ചിനുമാണ്, കൂടുതൽ പവറും ഉണ്ട്, കൂടുതൽ ടോർക്കും ഉണ്ട്. ആ ഒരു അഡ്വാൻറ്റേജ് മാത്രം ഇതിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് RC200 ഓൾഡ് ടു ന്യൂവിൽ വന്നിട്ട് ബിഗർ ആയിട്ടുള്ള ഒരു എയർ ബോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടുള്ള ടോപ്പ് എൻഡ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് KTMന്റെ സൈഡിൽ നിന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് KTMന്റെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു റൈഡ് വന്നിട്ട് R15 വേർഷൻ 4ൽ അവൈലബിൾ അല്ല. ആ ഒരു അഡ്വാൻറ്റേജ് KTMന്റെ ബൈക്കിനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്.
നിങ്ങൾക്ക് ബിഗ്ഗർ ആയിട്ടുള്ള ഒരു എഞ്ചിൻ വേണം, പവറും ടോർക്കും കൂടുതലുള്ളത് വേണമെങ്കിൽ, അഗ്രസീവ് ആയിട്ടുള്ള റൈഡുള്ള മോട്ടോർ സൈക്കിൾ വേണമെങ്കിൽ RC200 ചൂസ് ചെയ്യാം. അല്ല ടോപ്പ് എൻഡ് മാത്രം മതി, നമുക്ക് നല്ലൊരു അത്യാവശ്യം ഉള്ള ഒരു പെർഫോമൻസ് മതി എങ്കിൽ R15 വേർഷൻ 4 നിങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. R15 വേർഷൻ 4 11 ലിറ്റേഴ്സിന്റെ ഫ്യൂൽ ടാങ്കാണ് നൽകിയിരിക്കുന്നത്. RC200 ശരി 13.7 ലിറ്റേഴ്സിന്റെ ഫ്യൂൽ ടാങ്കാണ് നൽകിയിരിക്കുന്നത്. സോ ഇതിൽ വന്നിട്ട് ബിഗ്ഗർ ആയിട്ടുള്ള ഒരു ഫ്യൂൽ ടാങ്ക് എന്ന് പറയാനുള്ള അഡ്വാൻറ്റേജ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ RC200 RC200 ഫ്യൂൽ ടാങ്ക് നമുക്ക് ടൂറിംഗിലെല്ലാം ബെസ്റ്റ് ഹെൽപ്ഫുൾ തന്നെയാണ്. പെട്ടെന്ന് ഫ്യൂൽ വന്നിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരില്ല. സീറ്റ് ഹൈറ്റ് 815mm സീറ്റ് ഹൈറ്റ് ആണ് R15 വേർഷൻ 4 വരുന്നത്. ഷോർട്ടർ ആയിട്ടുള്ള റൈഡേഴ്സിന് ഇത് ഓക്കെ ആയിട്ടുള്ള ഒരു സീറ്റ് ഹൈറ്റ് തന്നെയാണ്. അതായത് നമുക്ക് RC200 824mm സീറ്റ് ഹൈറ്റ് ആണ് വരുന്നത്. അത് വന്നിട്ട് നമുക്ക് ഷോർട്ടർ ആയിട്ടുള്ള റൈഡേഴ്സിന് വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ടോളർ ആയിട്ടുള്ള റൈഡേഴ്സിന് നമുക്ക് RC200 ബെസ്റ്റ് തന്നെ ആയിരിക്കും. മോട്ടോർ സൈക്കിൾ വന്നിട്ട് സീറ്റിംഗിന്റെ ഇഷ്യൂസ് ഒന്നുമില്ല, അതായത് റൈഡറിന്റെ സീറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ഒക്കെ തന്നെയാണ് രണ്ട് മോട്ടോർ സൈക്കിളും. എന്നാലും നമുക്ക് ഗ്ലോസി ഒരു ഫിനിഷ് വരുന്നത് നമുക്ക് മറ്റേ RC200 അത് വന്നിട്ട് ചിലപ്പോൾ ഒരു ഗ്രിപ്പിംഗ് വന്നിട്ട് ഓഫർ ചെയ്യുന്നില്ല. എനിക്ക് അങ്ങനെ ഫീൽ ആയി. R15 വേർഷൻ 4 കുറച്ച് ഗ്രിപ്പുള്ള സീറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എന്നാലും കൂടുതൽ നമ്മൾ ടൂറിംഗിലൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള പാഡിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പില്ലിന്റെ സീറ്റിൽ നമുക്ക് R15 വേർഷൻ 4 ബെറ്റർ ആയിട്ടുള്ള ഒരു സീറ്റ് പറയാനുള്ളത് RC200 കുറച്ചും കൂടെ വൈഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കുഷ്യനൊക്കെ ഉള്ള ഒരു സീറ്റ് ആണ്. എന്നാലും അത് ഹാർഡ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. R15 വേർഷൻ 4 കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസിലാണ് R15 വേർഷൻ 4 വന്നിട്ട് വിൻ ചെയ്തിരിക്കുന്നത്. 170mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സോ അതുകൊണ്ട് ഹൈ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. 142 kg ടോട്ടൽ വെയിറ്റും വരുന്നുണ്ട് R15 വേർഷൻ 4. സോ ലൈറ്റർ ആയിട്ടുള്ള ഒരു വെയിറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ 158mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് RC200 ഓഫർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഷോർട്ടർ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമുക്ക് ഹമ്പെല്ലാം വന്നിട്ട് സാധാരണ ഹമ്പെല്ലാം വന്നിട്ട് ചിലപ്പോൾ മുട്ടാൻ ചാൻസ് കൂടുതൽ തന്നെയാണ്. RC200 ടോട്ടൽ വെയിറ്റ് നോക്കിയാൽ 160 kg ആണ് വരുന്നത്. വെയിറ്റും കൂടുതലാണ്, ഗ്രൗണ്ട് ക്ലിയറൻസും കുറവാണ് RC200. ഈ ഒരു ഏരിയയിൽ അഡ്വാൻറ്റേജ് ഉള്ളത് R15 വേർഷൻ 4 ഗ്രൗണ്ട് ക്ലിയറൻസിനാണെങ്കിൽ ശരി, അതേപോലെ തന്നെ നമുക്ക് ടോട്ടൽ വെയിറ്റിലാണെങ്കിൽ ശരി. 100 സെക്ഷൻ ഫ്രണ്ടും 140 സെക്ഷൻ റിയറും ആണ് R15 വേർഷൻ 4 വന്നിട്ട് ടയർ സെക്ഷൻ നൽകുന്നത്. റിയർ ടയർ വന്നിട്ട് റേഡിയൽ ടയർ ആണ് R15 വേർഷൻ 4 MRF-ന്റെ. 110 ഫ്രണ്ടും 150 ആണ് റിയറും വരുന്നത് RC200. സോ ഇതിൽ വന്നിട്ട് വൈഡർ ആയിട്ടുള്ള ടയർ എന്ന് പറയാൻ RC200 കൂടുതലും കംഫർട്ട്, അതായത് നമുക്ക് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും ബ്രേക്കിങ്ങിന്റെ പെർഫോമൻസിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ടയർ എന്ന് പറയാനുള്ളത്. ഈ ഒരു ഏരിയയിൽ അഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളത് R15 വേർഷൻ 4 ഫ്രെയിമിൽ ഡെൽറ്റ ബോക്സ് ഫ്രെയിം ആണ് R15 വേർഷൻ 4. RC200 ബോൾട്ടഡ് സബ് ഫ്രെയിം ആണ്, ട്രെലിസ് ഫ്രെയിം ആണ് ഇതിൽ വന്നിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് RC200. ഫ്യൂൽ എക്കണോമിയിൽ R15 വേർഷൻ 4 50 ആയിട്ടും കിട്ടും ഡെഫിനറ്റ്ലി. RC200 നമുക്ക് 40 ഹൈവേയിലും നോക്കാം, അതേപോലെ തന്നെ 35 ലോക്കലിലും പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അതിനെക്കാട്ടും കുറയാം. ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് മൈലേജ്. അത് നമുക്ക് ഓരോരുത്തർ ഓടിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഫ്യൂൽ എക്കണോമി അവൈലബിൾ ആവുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ മൈലേജ് എന്നല്ല പറയേണ്ടത്, ഫ്യൂൽ എക്കണോമി എന്നാണ്. ബോത്ത് മോട്ടോർ സൈക്കിളും വന്നിട്ട് LED ഹെഡ്ലാമ്പാണ് നൽകിയിരിക്കുന്നത്. സിംഗിൾ യൂണിറ്റ് LED ഹെഡ്ലാമ്പാണ് R15 വേർഷൻ 4. RC200 ശരി നമുക്ക് 390 ഡൂക്കിലും ADV 390 നൽകിയിരിക്കുന്ന സെയിം ഹെഡ്ലൈറ്റ് തന്നെയാണ് ഇതിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നൈറ്റ് വിസിബിലിറ്റി RC200 ആയിരിക്കും കൂടുതലും. R15 വേർഷൻ 4 പ്രൈസ് 1.70 ലാക്കാണ് എക്സ്ഷോറും വരുന്നത്. ഓൺ ദ റോഡ് പ്രൈസ് ആണെങ്കിൽ 2 lakh എബോ വരാനാണ് ചാൻസ്. RC200 2.32 lakh ആണ് ഓൺ ദ റോഡ് വരാൻ ചാൻസ് ഉള്ളത്. അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ രണ്ട് മോട്ടോർ സൈക്കിളും ബിൽഡ് ക്വാളിറ്റി വന്നിട്ട് പ്രീമിയം തന്നെയാണ്. ചിലർ പറയുന്നു ബിൽഡ് ക്വാളിറ്റി ശരിയല്ല എന്നാണ് R15 വേർഷൻ 4 പറയുന്നത്. എന്നാലും എനിക്ക് അറിയാവുന്നവർ പറയുന്നത് ബിൽഡ് ക്വാളിറ്റി പ്രീമിയം തന്നെയാണെന്നാണ്. അതേപോലെ തന്നെ നമുക്ക് RC200 ശരി പ്രീമിയം ആയിട്ടുള്ളൊരു ക്വാളിറ്റി തന്നെയാണ് ഇതിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. സോ അതിൽ ഒരു ഡൗട്ടും വേണ്ട. പ്രീമിയം സെഗ്മെന്റിലുള്ള ബൈക്കിന്റെ അതേ ക്വാളിറ്റി RC200. KTM എന്ന് പറഞ്ഞാൽ അതാണ് പ്രീമിയം. ആ പ്രീമിയം ഇതിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഫൈനലായിട്ട് ഒരു പോയിന്റിൽ കിടക്കാം. ഇതാണ് എൻഡ്. ഫീച്ചേഴ്സ് ബേസും ടോപ്പ് എൻഡും ബെസ്റ്റ് ഇൻ ക്ലാസും പ്രൈസ് റേഞ്ചിലാണെങ്കിൽ ശരി വാല്യൂ ഫോർ മണി എന്ന് നോക്കിക്കഴിഞ്ഞാൽ R15 വേർഷൻ 4 ബിഗ്ഗർ ആയിട്ടുള്ള ഒരു എഞ്ചിൻ, മോർ പവറും മോർ ടോർക്കും പ്രീമിയം ആയിട്ടുള്ളൊരു സെഗ്മെന്റ് എന്നുണ്ടെങ്കിൽ RC200 നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ്. പിന്നെ എല്ലാ മോട്ടോർ സൈക്കിളും വന്നിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ഒരു മോട്ടോർ സൈക്കിൾ ഇഷ്ടപ്പെടുന്നത്. നമുക്കൊരു മോട്ടോർ സൈക്കിൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ കോംപ്രമൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ശരി അത് നമുക്ക് കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫീച്ചേഴ്സിലാണെങ്കിൽ ശരി, ഡിസൈൻ ലാംഗ്വേജിലാണ് ശരി, എല്ലാത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യം വരും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് RC200 ശരി, R15 വേർഷൻ 4 ശരി, ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. എന്നാലും വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് എന്ന് പറയാനുള്ളത് R15 വേർഷൻ 4 ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന് പറയാനുള്ളത്. അതേപോലെ തന്നെ ഒരു പ്രീമിയം സെഗ്മെന്റ് എന്ന് പറയാനുള്ളത് RC200 ഇനി നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, റൈഡ് സേഫ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി.